എന്തൊക്കെ പറഞ്ഞാലും പൂക്കാരി എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാ. നാണമുണ്ടോ നിങ്ങക്ക്? വേറൊരാൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ജ്യൂസ് എടുത്ത് കുടിച്ചിരിക്കുന്നു. നാണമുണ്ടോന്ന്? നാക്ക് കൂടുതൽ നീട്ടല്ലേ? നീട്ടും. നീട്ടി നിങ്ങൾ എന്ത് ചെയ്യും? നീട്ടി നോക്കടി. എന്താ വർഷ ഇത്? ചേച്ചി ചേച്ചി എനിക്ക് പപ്പായ ജ്യൂസ് ഉണ്ടാക്കി തന്നില്ലേ, അത് ഈ ആന്റി എടുത്ത് കുടിച്ചു. അയ്യേ, എന്താ അമ്മ ഇത്? നാണമുണ്ടോ നിങ്ങൾക്ക്? അത് തന്നെ എന്റെയും ചോദ്യം. നിനക്ക് വേണ്ടി ഉള്ളതായിരുന്നെങ്കിലേ ഈ ഗ്ലാസ്സിൽ പേരെഴുതി ഒട്ടിക്കായിരുന്നില്ലേ? ഞാൻ കരുതി എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്നോ, അതുകൊണ്ട് ഞാനെടുത്ത് കുടിച്ചു. അല്ല, ഞാൻ ജ്യൂസ് എടുത്തപ്പോ നീ അടുക്കള ഉണ്ടായിരുന്നല്ലോ, അപ്പൊ വാ തുറന്ന് പറയായിരുന്നില്ലേ? അത് പിന്നെ ഞാൻ കണ്ടില്ല. ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഓ, അതെനിക്ക് മനസ്സിലായി. അല്ലെങ്കിലും ഒരാൾ അടുത്ത് വന്ന നീ അറിയില്ലേ? കണ്ണൂർന്ന് നോക്കാലോ. ഇങ്ങനൊരു മോഷ്ടാവ് വരുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ. മോഷ്ടാവെന്നോ? എടീ, സൂക്ഷിച്ച് സംസാരിക്കണം. അല്ല, നീയേ പ്രാർത്ഥിക്കായിരുന്നു പറഞ്ഞല്ലോ. ഈ അടുക്കളയും പൂജാമുറിയും തമ്മിൽ മാറിപ്പോയതാണോ? ഞാൻ എന്തെങ്കിലും കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ട്. അതുകൊണ്ട് ജ്യൂസ് മുന്നിൽ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചതാ. അതായത് നീ കണ്ടടച്ച് തക്കം നോക്കി ഈ അമ്മ അതെടുത്ത് കുടിച്ചു. കൊള്ളാം അമ്മേ, കൊള്ളാം കൊള്ളാം. പക്ഷേ നീ എന്തെങ്കിലും കഴിക്കുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കാറുണ്ടെന്നല്ലേ പറഞ്ഞേ? അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ. നീ കാണാത്തത് എന്റെ കുറ്റമാണോ? നീ മിണ്ടാതിരിക്കുന്നത് നല്ലത്. ഇതിനൊക്കെ കാരണം നീയാ. ഞാനോ? ഞാൻ എന്ത് ചെയ്ത്? ഞാൻ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ലല്ലോ. അല്ല, ഇതൊന്നും അല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ വിഷയം. ഈ ജ്യൂസ് കട്ടുപിടിച്ചതല്ലേ? ജ്യൂസ് കട്ടുപിടിച്ചെന്നോ? ഞാനോ? ആ അതെ, ഇത് കട്ടുപിടിച്ചത് തന്നെയാ. അല്ല, ഇതിനെന്തായാലും ഒരു പരിഹാരം വേണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ അച്ഛനെ വിളിക്കാം. വേണ്ട, അച്ഛനൊന്നും വിളിക്കണ്ട. പക്ഷേ നിനക്ക് പപ്പായ ജ്യൂസ് വേണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ നിനക്ക് ഉണ്ടാക്കി തരാം. അതിന് പപ്പായ എവിടെയാ? ബാക്കി വന്ന പീസ് എടുത്തല്ലേ ജ്യൂസ് അടിച്ചത്. ഒരു ഗ്ലാസ് ജ്യൂസിന് വേണ്ടി ഇങ്ങനെ അടി ഉണ്ടാക്കല്ലേ, അതും അമ്മയോട്. കണ്ണിച്ചോരില്ലാത്തവനെ, മിണ്ടാതിരിക്കുന്ന നിനക്ക് നല്ലത്. ഞാൻ ആന്റി, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് ഇങ്ങനെ പറഞ്ഞേ ഉള്ളൂ. സോറി. അമ്മ, അത് വിട്. അവള് പറഞ്ഞൊന്നും കാര്യാക്കണ്ട. ഓ, നീ പറഞ്ഞില്ലെങ്കിൽ ഞാനങ്ങ് കാര്യാക്കും. ഒന്ന് പോടി അവിടുന്ന്. നിന്റെ നെകളിപ്പ് ഞാൻ നിർത്തി തരുന്നുണ്ട്. സമയാവട്ടെ. നീ വന്നേ. പോവോ? കഷ്ടം അമ്മേ, എത്ര വയസ്സായി അമ്മയ്ക്ക്? അതിന്റെ ഒരു പക്വതെങ്കിലും കാണിച്ചൂടെ? നാണക്കേട് തന്നെ. വേറൊരാളുടെ ജ്യൂസ് എടുത്ത് കുടിക്കുക കേട്ടിട്ട് എന്റെ തൊലി അങ്ങ് ഉരിഞ്ഞു പോവാ. എല്ലാരും എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോ എന്റെ ഭാഗം ചേർന്ന് സംസാരിക്കുന്നവനാ. ഇപ്പോ അവരുടെ ഭാഗം ചേർന്ന് എന്നെ കുറ്റപ്പെടുത്തുന്നു. എന്നോട് സ്നേഹമില്ലാത്ത പോലെയാണല്ലോ പെരുമാറുന്നത്. ആ ഏലസ് കെട്ടിയതിന് ശേഷം ഇങ്ങനെ. ഇനി സ്വാമിക്ക് എങ്ങാനും ഏലസ് മാറിപ്പോയോ?